പെഞ്ഞാറമൂട്ടിൽ അഫാൻ കൊലപ്പെടുത്തിയ 5 പേരുടെയും സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. പ്രതിയുടെ സഹോദരൻ അഫ്സാന്റെ മൃതദേഹം പേരുമല ജംഗ്ഷനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഫർസാനയുടെ മൃതദേഹം വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ചിറയിൻകീഴ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അഫാന്റെ മൊഴി പോലീസ് എടുക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? ഫർസാനയുടെ ഭൗതിക ശരീരം ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. വീട്ടിലേക്ക് കൊണ്ടുവന്ന ബന്ധുക്കളും മറ്റ് അയൽവാസികളും അടക്കമുള്ളവരെല്ലാവരും ഇവിടേക്ക് ഈ ഫർസാനയെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു അല്പസമയം ഇവിടെ പൊതുദർശനം വീട്ടിലുണ്ടാകും. അതിനുശേഷം ചിറയൻകീഴ് കാട്ടുപുരായ്ക്കലുള്ള ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ അവസാനമായി കൊലപാതകം നടക്കുന്നത് ഈ അഹാന്റെ വീട്ടിൽ വെച്ചാണ്. ഈ ഫർസാനയും അതോടൊപ്പം തന്നെ അഹാന്റെ സഹോദരനെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നതും ഈ വീട്ടിൽ വെച്ചാണ്. അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നുണ്ടായത്. ഈ ഫർസാന അഹാന്റെ വീട്ടിലെത്തുമ്പോൾ പോലും അമ്മയെ ഗുരുതരമായി പരിക്കേറ്റ ആ വീട്ടിൽ കിടക്കുകയായിരുന്നു. തലക്കടി ഏറ്റ് പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. ആ വീട്ടിലേക്കാണ് അഹാൻ ഈ ഫർസാനയെ വിളിച്ചു കൊണ്ടുവരുന്നത്. ഇന്നലെ ഇതേ സമയത്ത് ഏകദേശം ഒരു 3 മണി സമയത്താണ് കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് നിലവിലെ നിഗമനം അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനുശേഷം ആണ് തുടർന്ന് സംഭവ വികാസങ്ങൾ ഉണ്ടാകുകയും 7 മണിയോടുകൂടി 7:30 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി എത്തി കീഴടങ്ങുകയും ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തതും. തുടർന്നാണ് ഈ 3 സ്ഥലങ്ങളിൽ 3 സമയങ്ങളിൽ നടന്ന കൊലപാതക പരമ്പരകളുടെ വിവരം പുറത്തറിയുന്നത്, പുറം ലോകം അറിയുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വലിയ ഉദ്വേഗജനകമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ ചുള്ളാളത്തെ 2 പേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിൽ അടുത്തതാണ് ഈ ഫർഹാനയുടെയും പോസ്റ്റ്മോർട്ടം അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാനമായി ഒരു നോക്ക് കാണുവാൻ, ഫർസാനയെ അവസാനമായി ഒന്ന് കാണുവാനായിട്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. മതപരമായിട്ടുള്ള ചടങ്ങുകളും കൂടി ഇവിടെ നടക്കും. ഈ മരണാനന്തര ചടങ്ങുകൾ കൂടി ഇവിടെ നടന്നതിന് ശേഷമായിരിക്കും ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുക. അത് ചിറയിൻകീഴ് കാട്ടുപുരായ്ക്കലെ പള്ളിയിലാണ് അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അല്പസമയം കൂടി ഇവിടെ ചിലവഴിക്കും. അതിനുശേഷം ആകും മറ്റ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ശരീരം കൊണ്ടുപോകുന്നു. വളരെ വൈകാരികമായൊരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ഒരു സംഭവം നമുക്കറിയാം, ഒരു വീട്ടുകാർക്കായാലും ശരി നാട്ടുകാർക്കായാലും ഇത് വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. ഈ ഫർസാനയുടെ ബാല്യകാല സുഹൃത്താണ് ഈ അഫാൻ. അത്രയധികം വിശ്വാസമായിരുന്നു അഫാനെ. അതുകൊണ്ടാണ് അഫാന്റെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അവ്യക്തതയോ സംശയമോ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ആ പെൺകുട്ടി കൂടെ പോകുമായിരുന്നില്ല. വിളിച്ചയുടൻ അഫാന്റെ കൂടെ ഇറങ്ങിപ്പോകുകയാണ്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ആ പെൺ സുഹൃത്തിനെ, തൻ്റെ പാതി ജീവനായി കണ്ടിരുന്ന പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന അങ്ങേയറ്റത്തെ ക്രൂരത ഈ വീട്ടുകാർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാനാകും പ്രശാന്ത്? നീലിമ, വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കുറ്റവും ആരും പറയുന്നതല്ല. പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്നാണ് പറയുന്നത്. നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്തൊരു കുട്ടിയായിരുന്നു, പഠിക്കാൻ മിടുക്കിയായിരുന്നു. മറ്റൊരു തരത്തിലുള്ള ഒരു ദോഷവും ഒരു കുറ്റവും ഇവിടെ നമ്മൾ സംസാരിച്ചെടുത്തതൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് അഹാനെക്കുറിച്ചും പറയുന്നത്. അഹാൻ വളരെ കാലമായിട്ട് കുട്ടിയുമായി പരിചയത്തിലുണ്ടായത്, ബാല്യകാല സുഹൃത്താണ്. അവനും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല. പലപ്പോഴും ഇവിടെ എത്താറുണ്ടെന്ന് പലരും നമ്മളോട് പറഞ്ഞു. ഇവർ സംസാരിക്കും, എത്തി
എത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സഹപാഠിയാണ്. അത്തരത്തിൽ എത്താറും സംസാരിക്കാറുമുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള കുറ്റങ്ങളും അഹാനെക്കുറിച്ചും ആർക്കും പറയാനില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ആ ദുരൂഹതയാണ് പുറത്തു വരേണ്ടത്. വലിയ ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ വലിയൊരു ദുരന്തം. എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ചതിൻ്റെ കാരണങ്ങൾ എന്തെന്നോ ഒന്നും കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആണ് നിലവിലുള്ളത്. പോലീസിന് പോലും സംശയം ഉണ്ടാകുന്ന സാഹചര്യം. കാരണം കൃത്യമായ രീതിയിൽ ഇതിനെ പോലീസിന് പോലും വിവക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ, അതിലാണ് ആ ഒരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലായി പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഈ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഡിവൈഎസ്പി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നും അറിയിക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരു സംഭവമാണ്. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞ ദിവസം രാത്രി മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ അഹാൻ മൊഴി കൊടുത്തിരുന്നു. ആ മൊഴിയിലെ വൈരുദ്ധ്യവും, അതായത് മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിനോട് പറഞ്ഞിരുന്നത് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു അഹാൻ എന്നാണ് പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ പലരോടും സഹായം ചോദിച്ചിട്ട് ആ സഹായം ചോദിച്ചതിന് ശേഷം നൽകാത്തതിനുള്ള പ്രതിഷേധം അല്ലെങ്കിൽ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൃത്യം നടത്തിയതെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും അത് പ്രാഥമിക ഘട്ടത്തിൽ പോലും അത് മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. മറ്റൊന്ന്, അഹാന്റെ പിതാവ് ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. കാരണം തൻ്റെ മകനോട് തൻ്റെ കടങ്ങൾ വീട്ടാൻ താൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് രാവിലെ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് നടത്തിയത് എന്നാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നത്. കാരണം എല്ലായിടത്തും ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഈ ബന്ധുക്കൾ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ വിവാഹം വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ വിവാഹം നടത്താതിരിക്കാനോ ഏതെങ്കിലും വിധത്തിലുള്ള അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടോ നമ്മുടെ മുന്നിൽ? അതൊക്കെ ആയിരിക്കുമോ ഇത്തരത്തിൽ ഈ അരും കൊലയിലേക്ക് ഈ അഹാനെ പ്രേരിപ്പിച്ചത്? അത്തരം വാർത്തകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നിലവിൽ പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മറ്റു ചില ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്നും അതും നമുക്ക് ഉറപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തമായി പറയുവാനോ പറ്റുന്ന ഒരു സ്ഥലങ്ങളിൽ നിന്നല്ല ഈ മറ്റുള്ളവർ പറയുന്നത് മാത്രമാണ് അഹാന്റെ കുടുംബത്തിന് ഇതിൽ താല്പര്യമില്ലായിരുന്നു എന്നിങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. ഈ ബന്ധത്തിൽ താല്പര്യം ഇല്ലായിരുന്നു എന്ന് അഹാന്റെ കുടുംബത്തിലില്ലായിരുന്നു എന്നിങ്ങനെ അറിയാൻ കഴിയും. അത് എത്ര കണ്ട് വസ്തുതയാണെന്നോ അല്ലെങ്കിൽ അതിൽ എത്ര കണ്ട് വസ്തുതയുണ്ടെന്നോ നമുക്ക് ഇപ്പോൾ ഈ നിമിഷം പറയാൻ കഴിയില്ല. കാരണം അത് ഒരു ഉറപ്പിക്കാവുന്ന സ്ഥലത്ത് നിന്നോ ഒന്നും നമുക്ക് കിട്ടുന്ന വിവരമല്ല. നാട്ടുകാർ പലരും ഇങ്ങനെ ഇത് സംബന്ധിച്ച് പറയുന്നത് മാത്രമാണ്. അതിൽ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നൊന്നും അറിയില്ല. മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നേരത്തെ നീലിമ പറഞ്ഞത് കണക്ക് അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് റിപ്പോർട്ടുകളൊന്നും ആരും പറഞ്ഞു കേൾക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം എന്തെങ്കിലും വിഷയങ്ങൾ ഇവിടെ നിലനിന്നിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. കൂടുതൽ ഈ വിഷയത്തിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അത് അഹാനിൽ നിന്ന് മാത്രമാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അഹാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിലെങ്കിൽ മാത്രമേ ഇതിൽ സത്യാവസ്ഥ എന്തെന്നുള്ള കാര്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പോലീസിന് കഴിയുള്ളൂ. മാത്രമല്ല മറ്റെല്ലാം ഇപ്പോൾ ഒരു കഥകളായി നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണ് എന്നതിന് വ്യക്തമായ രീതിയിൽ ഈ കാരണം എന്താണെന്ന് പറയണമെങ്കിൽ അത് അഹാന് മാത്രമാണ് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അഹാനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടിയിരിക്കുന്നു, എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ അതിലേക്ക് ചെന്നെത്തിയതിൻ്റെ കാരണം എന്താണെന്നോ ഒരു പോലീസിന് ചെന്നെത്താൻ കഴിയുകയുള്ളൂ. വളരെ ദൗർഭാഗ്യകരമായ സംഭവം, ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച സംഭവം, ഒരു നാടിനെ ഒന്നാകെ കരയിച്ച സംഭവം. മാത്രമല്ല ഇത് മരണപ്പെട്ടതൊരു വൈരാഗ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് പറയുവാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഈ മരണപ്പെട്ടവരെല്ലാം അല്ലെങ്കിൽ ഈ കൊല ചെയ്യപ്പെട്ടവരെല്ലാം മഹാന് പ്രിയപ്പെട്ടവരായിരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒന്ന് തൻ്റെ അമ്മയുടെ അമ്മയാണ്, മറ്റൊന്ന് അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു, മറ്റൊന്ന് താൻ എടുത്തു വളർത്തിക്കൊണ്ട് നടന്ന തൻ്റെ സഹോദരൻ. കാരണം അച്ഛൻ സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിൽ അച്ഛനെപ്പോലെ കരുതേണ്ടവൻ അല്ലെങ്കിൽ അച്ഛന് സ്വന്തമായി അച്ഛനെ പോലെ കരുതേണ്ട ആ അനുജൻ, മറ്റൊന്ന് തൻ്റെ അച്ഛൻ്റെ സഹോദരൻ. കാരണം അച്ഛന് 10 സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. ആ 10 സഹോദരന്മാരിൽ മൂത്ത വ്യക്തിയാണ്, മൂത്ത സഹോദരനെയും ഭാര്യയുമാണ് അഹാൻ ചുള്ളാളത്തെ വീട്ടിൽ പോയി കൊല ചെയ്യപ്പെട്ടത്. ആ വീട്ടിലെ എന്ത് കാര്യത്തിനും അവസാന വാക്ക് ഈ കൊല ചെയ്യപ്പെട്ട അബ്ദുൽ ലത്തീഫ് ആണെന്നാണ്
അവിടെയുള്ളവരെല്ലാം പറയുന്നത്. കാരണം എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് കാര്യങ്ങൾക്കും ആദ്യം ഓടിയെത്തുകയും അതിന് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടായാലും ഒരു മധ്യസ്ഥ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രശ്നപരിഹാരം അടക്കം നടത്തുന്നതെല്ലാം ഈ അബ്ദുൽ ലത്തീഫായിരുന്നു. അച്ഛൻ്റെ മൂത്ത സഹോദരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എന്ത് കാര്യങ്ങൾക്കും അദ്ദേഹമാണ് ഓടിയെത്തുകയും ചെയ്തത്. അങ്ങനെ 10 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് അബ്ദുൽ ലത്തീഫിനെയാണ് കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തി. ഒന്ന് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാലത്തിൽ തൻ്റെ ജീവിത പങ്കാളിയായി വരും എന്ന് വിചാരിച്ച് കരുതിയ ഒരു പെൺകുട്ടിയെ കൂടി ഇതിലേക്ക് കൊണ്ടുവരികയും ക്രൂരമായി, നിന്ദ്യമായ രീതിയിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തു. ഇത് ഒരു നാടിനെ ഒന്നാകെ വേദനിപ്പിച്ച സംഭവം, ഒരു നാടിനെ ഒന്നാകെ കരയിപ്പിക്കുന്ന സംഭവമാണ് ഈ സംഭവം ഉണ്ടായത്. ഒട്ടേറെ വേദനകൾ വീട്ടുകാർക്കുമുണ്ട്. കാരണം ഈ കഴിഞ്ഞ തലേ ദിവസം കൂടി ഓടി നടന്നവളാണ് ഈ പെൺകുട്ടി. ആ ഓടി നടന്ന പെൺകുട്ടിയുടെ ചേതനേറ്റ ശരീരം വീട്ടിലേക്ക് എത്തിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് ഒട്ടും താങ്ങുവാൻ കഴിയില്ല ആർക്കും. ഏറ്റവും ദുഃഖാർദ്രമായ ഒരു അന്തരീക്ഷമാണ് ഫർസാനയുടെ വീട്ടിൽ ഉള്ളത്.